മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് സെൽഫ് ടോക്ക്. ഓക്കെ, എനിക്ക് ആരെയും കാണുന്നില്ല. ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലാങ്ക് സ്ക്രീനിനോടല്ല സംസാരിക്കുന്നതെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോ പ്ലീസ്, നിങ്ങളുടെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും എനിക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നന്നായിരുന്നു. അല്ലാത്തവര് ഓക്കെ ചാറ്റിൽ കൂടെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിലും ഇന്ററാക്റ്റീവ് ആക്കി വെക്കുക. ഞാൻ സെഷൻ എടുക്കുന്ന സമയത്ത് ഓക്കെ ഡ്രൈവിംഗ് ആണ്, കുഴപ്പമില്ല കുഴപ്പമില്ല. ചിലവര് ഓൺ ദ വേ ബാക്ക് ഹോം ആണ്, ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ചാറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ ചാറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സൂപ്പർ പവർ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? എന്താണ്? ഇപ്പൊ ന്യൂ ഇയർ ആണ്, ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വർഷം 2025 നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു ക്വാളിറ്റി ഈ 2025 നിങ്ങളുടെ മേജർ ഗോൾ എന്താണ്? ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാറ്റ് ഇടുക. ഓക്കെ, സെൽഫ് ലവ്, ലീഡർഷിപ്പ്, വെരി ഗുഡ്. ആൻസേഴ്സ് ഇട്ടോളൂ. നിങ്ങൾക്ക് ക്യാമറ ഓൺ. ബി എ മില്യണിയർ, ഓക്കെ, ഇൻകം ഗോൾ ആണ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതിന്റെ എല്ലാം ബേസ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കോൺഫിഡൻസും നമ്മൾ പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതുമാണ്. ഓക്കെ, കാരണം ജീവിതത്തിൽ ചാലഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആർക്കും ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് പോണമെന്നില്ല. ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ ആ ചാലഞ്ചസിനെ നമ്മൾ എങ്ങനെ മറികടക്കണം എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നില്ലേ? യാ, ഓൾറൈറ്റ്. Is it okay? നിങ്ങൾക്ക് പ്രസന്റേഷൻ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു. അപ്പൊ ആർട്ട് ഓഫ് സെൽഫ് ടോക്ക്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് പല പല ചാലഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ മറികടക്കാം? ഓക്കെ, ഓഫ് കോഴ്സ് ഒരു മെന്ററിങ് അല്ലെങ്കിൽ കോച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് ആൾക്കാർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ചില സമയത്ത് ഓക്കെ, അത് എസ്പെഷ്യലി വർക്കിലാവാം, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാവാം. ആരോട് തുറന്ന് സംസാരിക്കണം എന്നറിയില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാവാം. ഓക്കെ, കുറെ പേർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടാവാം. അപ്പോ നമ്മളാണ് നമ്മുടെ സെൽഫ് മോട്ടിവേറ്റർ ആവേണ്ടത്. ഓക്കെ, മോട്ടിവേഷൻ മാത്രമല്ല, നമ്മൾ അതിന്റെ സയൻസും കൂടെ അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്ക്ഷോപ്പ് വെറും ഒരു മോട്ടിവേഷണൽ ടോക്ക് അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് റിസൾട്ട്സ് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക്ഷോപ്പിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക, ഒരു സെൽഫ് അനാലിസിസ്. ഓക്കെ, നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യും. ഓക്കെ, ആ ബ്രഷ് ചെയ്യണ സമയത്ത് എന്ത് തരം ടോക്കാണ് നിങ്ങളുടെ, എന്ത് തരം ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നത്? ഓക്കെ, ഓ ഇന്നത്തെ ദിവസം ഇനി നിങ്ങൾക്ക് വല്ല ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, സ്ട്രെസ്ഫുൾ ആയിട്ടാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതോ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓ ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയാണ്, ഓക്കെ, ഇന്നത്തെ ദിവസം ആ, വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പോവാണോ? ഓക്കെ, അങ്ങനെ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇത്രയും ദിവസം ഓക്കെ, മേ ബി ന്യൂ ഇയറിന്റെ ദിവസം നിങ്ങൾ ഭയങ്കര ചാർജ്ഡ് അപ്പ് ആയി ഭയങ്കര ആക്റ്റീവ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ എനർജി ചില സമയത്ത്, എല്ലാവർക്കും അല്ല, ചില സമയത്ത് അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങൾ? ഓക്കെ, അതോ ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു? ഇപ്പൊ ഹീൽ ആൻഡ് ഗ്രൂവിന്റെ പ്രോഗ്രാംസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് അറിയുണ്ടാവും. അത് കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലാത്തവര്, അല്ലെങ്കിൽ ആ പ്രാക്ടീസ് എവിടെയെങ്കിലും മുടങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഒരു റിമൈൻഡർ സെഷൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും വളരെ പോസിറ്റീവ് ആയിട്ട് വേണം നമ്മുടെ ഡേ തുടങ്ങാൻ. ഓക്കെ, ഒരു ദാറ്റ് ഫസ്റ്റ് തോട്ട്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് ഒരു ഉണർന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സമയം. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന് എന്ത് ഫീഡ് ചെയ്യുന്നോ ദാറ്റ് വിൽ സ്റ്റേ ആ എൻറ്റയർ ഡേ. ഓക്കെ, ആ ദിവസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫ്യൂൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു പെട്രോൾ എന്ന് പറയാം. ഓക്കെ, വണ്ടി ഓടുന്നതിന് മുമ്പ് നമ്മൾ ചാർജ് ചെയ്യില്ലേ, അതുപോലെ ഐ മീൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വണ്ടിയിൽ ഫ്യൂൽ ഒഴിക്കുന്നത് പോലെയാണ് നമ്മുടെ ഇനീഷ്യൽ ഹാഫ് ആൻ അവർ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് എന്നുള്ളത്. ആ സമയത്ത് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഞാൻ ഇന്ന് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അലാം ലേറ്റ് ആയി അടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അലാം മിസ്സായി പോയി, അയ്യോ എന്നും പറഞ്ഞ് ഓടിച്ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഡീപ് ബ്രീത്ത് എടുത്ത് ഓക്കെ കുറച്ച് ലേറ്റ് ആയി പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസിറ്റിവിറ്റിയോട്. അപ്പൊ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് അല്ല, എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നെഗറ്റീവില് ഫോക്കസ് ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ പോസിറ്റീവ്, നമ്മളാണ് പുറത്ത് പോസിറ്റിവിറ്റി അല്ല നമ്മൾ ആക്ച്വലി നോക്കേണ്ടത്, നമ്മൾ എത്ര പോസിറ്റീവ് ആയിരിക്കുന്നു അതാണ് നോക്കേണ്ടത്. ഓക്കെ ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി പല തരത്തിലുള്ള സെൽഫ് ടോക്ക് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മോട്ടിവേഷണൽ. ഓക്കെ, മോട്ടിവേഷണൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാൻ പോവാണ്, ഓക്കെ ഞാൻ ബെസ്റ്റ് ആണ്, എനിക്ക് എല്ലാ കഴിവും ഉണ്ട്, ഞാൻ സൂപ്പറാണ്. ഞാൻ ഓവർ കോൺഫിഡൻസിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ലോ ആയിരിക്കുന്ന സമയത്ത് ബ്രെയിനിന് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ചില സമയത്ത് കുറച്ച് എക്സാജറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, എന്ത് ഭംഗിയാണ് എന്നെ കാണാൻ, ഓക്കെ എന്തൊരു രസമാണ് ഞാൻ, എത്ര പവർഫുൾ ആണ്, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്. ഓക്കെ, എല്ലാവർക്കും കുറച്ച് കഴിവുകളുണ്ട്, കുറച്ചല്ല കുറെ കഴിവുകളുണ്ട്. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ നെഗറ്റീവ് സൈഡിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ രാവിലെ എണീറ്റ് മുഖം നോക്കുമ്പോൾ കണ്ണാടിയിൽ എനിക്ക് പിമ്പിൾസ് ഉണ്ട്, അവിടെയും ഇവിടെയും മാർക്സ് ഉണ്ട്. അതിനെ ഫോക്കസ് ചെയ്യാതെ ഞാൻ മറ്റേ എനിക്ക് എല്ലാ എൻ്റെ ബോഡി ഓർഗൻസ് വർക്ക് ചെയ്യുന്നു, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാം. അതാണ്. ഓക്കെ, ദാറ്റ് ഈസ് മോട്ടിവേഷണൽ. അപ്പൊ പോസിറ്റീവ്, എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസിൽ ഫോക്കസ് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യും തോറും നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം ഡൗൺവേർഡ് അല്ലെങ്കിൽ താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. എത്രത്തോളം നമ്മൾ നമ്മുടെ പോസിറ്റീവ് സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ അറിയാം. ഓക്കെ, ഞാൻ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ തോട്ട് ഗ്രാറ്റിറ്റ്യൂഡും പോസിറ്റിവിറ്റിയും ആയിരിക്കണം. ഡൺ. ഇനി ഇൻസ്ട്രക്ഷണൽ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജോലിയിൽ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു മെന്റൽ സെൽഫ് ടോക്ക് പലരും നടത്തും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പ്രസന്റേഷൻ നടത്തുന്നതിന് മുമ്പ് ഞാനൊരു മെന്റൽ നോട്ട്, ഓക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ലോഗിൻ ചെയ്യണം, ഈ പ്രസന്റേഷൻ ഇങ്ങനെ ഡെലിവർ ചെയ്യണം, ഈ ഭാഗം ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെയുള്ള ടോക്കിനെയാണ് ഇൻസ്ട്രക്ഷണൽ സെൽഫ് ടോക്ക്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം ഉണ്ടാവാം, ഒരു മീറ്റിംഗ് ഉണ്ടാവാം, നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടിച്ചു പോകും അല്ലെ, ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഇത്. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചേഴ്സായി വർക്ക് ചെയ്യണവർ, അവർക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും, ഇന്നത്തെ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ സെൽഫ് ടോക്ക്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചെയ്യണം. ഈവൻ ഹൗസ് വൈഫ്സ്, ഹോം മേക്കേഴ്സ്, വീട്ടിലിരിക്കുന്നവർക്ക് അവർക്കും ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലെ. രാവിലെ കുട്ടികൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ. ഓക്കെ, അത് വേണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, നമുക്കൊരു ഗോൾ ഇല്ലാതെ ആയിരിക്കും നമ്മുടെ ഓരോ ദിവസവും ഫിനിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ദിവസത്തെ പ്ലാൻ ഉണ്ടാവണം. അത് ഡയറിയിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ മെന്റലി നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ. ഓക്കെ, അതില്ലാത്തവരാണ് ചിലപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി പോയ ഒരു ഫീലിംഗ് ഉണ്ടാവുക. ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര മൊണോട്ടനസ് മെഷീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ ഓരോന്നിലും ഒരു ഫ്ലോ വേണം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു സ്കില്ല് പുതിയതായി പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെ മോട്ടിവേഷണൽ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടും നമ്മൾ കുറച്ചും കൂടെ ഇൻസ്ട്രക്ഷണൽ ആണെങ്കിൽ. ആൻഡ് ദെൻ ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ നമ്മൾ ഒരു അനാലിസിസ് നടത്തും. ഇത് രണ്ട് തരത്തിലാവാം. ഓക്കെ, പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം. യൂഷ്വലി ക്രിറ്റിസിസം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ്
റിലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഐ വുഡ് സേ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇപ്പൊ ഞാൻ ഈ വെബിനാർ സെഷൻ എടുത്തു. ഓക്കെ, ഞാൻ തന്നെ ഒരു അനാലിസിസ് നടത്തും, എവിടേക്കാണ് എനിക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ ഇവിടെ ഇത്തിരി ബെറ്റർ ആക്കാമായിരുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ എന്നെ സെൽഫ് സബട്ടാജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് നല്ല കാര്യങ്ങൾ, നല്ല ഭാഗങ്ങൾ, ഓ ഇത് നല്ല സ്മൂത്ത് ആയി പോയി, അപ്പൊ എനിക്ക് തന്നെ ഒരു സന്തോഷം, ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സെൽഫ് അപ്രീസിയേഷൻ നടത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും സെൽഫ് സബട്ടാജിലേക്ക് പോകരുത്. അതായത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നിരിക്കുക. ഓക്കെ, മനുഷ്യരാണ് നമ്മളെല്ലാവരും, സഹജം, തെറ്റ് ചെയ്യുന്നവരായിരിക്കാം. തെറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാൻ എന്തിനാ അത് ചെയ്തു, ഞാൻ എന്തിനിങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് 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 ഒരു 100 തവണ നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് 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 അതിന്റെ എന്താ പറയാ, നമ്മൾ ആ നെഗറ്റീവ് ലൂപ്പിലോട്ട് പോവുകയാണ്. അതൊരിക്കലും ചെയ്യരുത്. ഓക്കെ, തെറ്റുപറ്റി, ഇനി എങ്ങനെ അത് കറക്റ്റ് ചെയ്യാം, ഞാൻ എങ്ങനെ ബെറ്റർ ആകാം, എനിക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം, അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, അവിടെയാണ് എല്ലാ സക്സസ്ഫുൾ പീപ്പിളും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ഒരു ബാഡ് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല എന്ന്? ഓക്കെ, നമ്മൾ ആമസോണിനെ കുറിച്ച് സംസാരിക്കുന്നു, എലോൺ മസ്കിനെ കുറിച്ച്, അവർക്കും കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആരും നോക്കുന്നില്ല. പക്ഷെ ആ ഫെയിലിയറിൽ നിന്നും അവര് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ഈ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ള ഒറ്റ ചിന്തയിലാണ് അവർ മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പൊ ഈ ക്രിറ്റിസിസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയ അയ്യോ അയ്യോ എന്തിനു ചെയ്തു, അങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു 2-3 ദിവസം അതിന്റെ മേലെ കടന്ന്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര ക്വിക്ലി അതൊന്ന് റിക്കവർ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സന്നദ്ധരാവുന്നു, തയ്യാറാവുന്നു, അതിലാണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പൊ എന്ത് തെറ്റ് ചെയ്താലും അതിന്ന് നമുക്ക് മറികടക്കാനുള്ള ഒരു എന്താ പറയാ, കറേജിയസ്, നമുക്കൊരു ധൈര്യം വേണം. ഓക്കെ, പിന്നെ അഫമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, ഞാനൊരു വിജയിയാണ്, ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും കറക്റ്റ് ആണ്. ഓക്കെ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് മെസ്സേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇന്നത്തെ ദിവസം വളരെ സുന്ദരമാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം വളരെ കറക്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ടൈം ഇന്ന് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഭയങ്കര ഒരു പവർഫുൾ സോളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അത് റിപ്പീറ്റഡ്ലി പറയുമ്പോൾ, ഓക്കെ, ഒരു ദിവസം കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ 10 ദിവസം പറയാതിരിക്കുകയല്ല. അഫർമേഷൻ ഒരു പാറ്റേൺ, അതായത് അതൊരു നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയെന്ന്, അത് സ്ട്രോങ് ആവുകയാണ്. അപ്പോൾ അത് നമ്മുടെ റിയാലിറ്റിയിൽ നമുക്ക് അതനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്ന്, ചെറിയ കാലത്തിൽ നിന്ന് കേട്ട് വരുന്ന അഫർമേഷൻസ് എന്താ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അയ്യോ ഇങ്ങനെ ആവുമോ, പലരും, ഓക്കെ, എല്ലാവരും അല്ല, അതാരായിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയം വന്ന് നിങ്ങളുടെ അഫർമേഷൻസ് എന്തായിക്കോ, അയ്യോ ഞാൻ തൊട്ടതൊക്കെ അബദ്ധമാണ്, ഓക്കെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പൈസ നന്നായി മാനേജ് ചെയ്യില്ല, എൻ്റെ കയ്യിൽ പൈസ വന്നതൊക്കെ ചെലവായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സെൽഫ് ടോക്ക് പ്ലീസ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണോ നിങ്ങൾ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കുറെ കാലം കഴിയുമ്പോൾ റിയാലിറ്റി ആവും. ഓക്കെ, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഭാഗം സ്പെൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ റിയാലിറ്റിയിലേക്ക് വിടുന്ന ഒരു സംഭവം, യാഥാർത്ഥ്യം. ഓക്കെ, ഐ കാസ്റ്റ് എ സ്പെൽ എന്നൊക്കെ നിങ്ങൾ സ്റ്റോറീസിൽ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അതായത് അത് റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വേർഡ്സിന് ഭയങ്കര പവറാണ്. അപ്പൊ ഈ വേർഡ്സ് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ചില സമയത്ത് നമ്മൾ പറയില്ലേ, അയ്യോ പറഞ്ഞത് അറം പറ്റിപ്പോയി. ഓക്കെ, അത് കഴിയുന്നതും അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇതുവരെയുള്ളത് ക്ലിയർ ആണ്, യൂസ്ഫുൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം അറ്റ് ദി എൻഡ് ഓഫ് ദ സെഷൻ. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെ നമുക്ക് നെഗറ്റീവ് തോട്ട് പോസിറ്റീവിലേക്ക് ആക്കാമെന്ന്. ഓക്കെ, ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റിലോട്ട്
ഓക്കെ, സയൻസ് ഓഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഇനിയിപ്പോ ഇത് വെറുതെ ഇങ്ങനെ ചിലവർക്ക് തോന്നും, ഓ ഇങ്ങനെ വെറുതെ സംസാരിച്ച എങ്ങനെയാണ് അത് റിയാലിറ്റി ആവാൻ പോകുന്നത്. നമ്മുടെ ന്യൂറോൺസ്, ഓക്കെ, ബ്രെയിനിൽ ന്യൂറൽ പാത്വേസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ പിക്ചർ, ഇങ്ങനെ കണക്ട് ചെയ്ത്. ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഓക്കെ. അപ്പൊ ഒരു ഡോക്ടറിന്റെ ടേമിലല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ന്യൂറോൺസ് കണക്ഷൻ വരുന്നത്, ഓക്കെ, നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യം ഹാബിറ്റ് ഫോം ചെയ്യുമ്പോഴും ഈ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ചെറുപ്പത്തിൽ നിന്ന് ശീലിച്ച പല കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ലൈക്ക് രാവിലെ എണീക്കുക, ഒരു പെർട്ടിക്കുലർ ടൈമിൽ എണീക്കുന്നത് നമ്മുടെ ഹാബിറ്റ് ആയിരിക്കാം. ബ്രഷ് ചെയ്യുന്നു, ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രാവിലെ എണീറ്റിട്ട്. എസ്പെഷ്യലി നമ്മളെ പോലെ അഡൾട്ട്സ്, ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അഡൾട്ട്സിൻ്റെ അടുത്ത് ആരും പറയില്ല മുഖം വാഷ് ചെയ്യൂ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യൂ. യുനോ, ചിലവർക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഹാബിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടാവും, രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്തത്? ത്രൂ പ്രാക്ടീസ്, അല്ലെ? കുറെ കാലം പ്രാക്ടീസ് ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഹാബിറ്റ് ആയി മാറി. അതാണ് ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ ന്യൂറൽ പാത്വേയിൽ നമുക്ക് ഇനി ആലോചിക്കേണ്ട ആവശ്യമില്ല. ചിലവർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഇനീഷ്യലി കഷ്ടമായിരിക്കും, പക്ഷെ ഒരു വിത്ത് പ്രാക്ടീസ്, ഓക്കെ, 6 months കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റും, ഫോണിൽ സംസാരിക്കാൻ പാടില്ല എങ്കിലും ഹെഡ്ഫോൺ ഇട്ടിട്ട് സംസാരിക്കാൻ പറ്റും. ഐഡിയലി സേഫ് അല്ല ഫോൺ ചെക്ക് ചെയ്യുന്നത്, പക്ഷെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ട് അനായാസം പറ്റുന്നു? അവരുടെ പ്രാക്ടീസ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സെൽഫ് ടോക്കിനും ഇതാണ് അത്യാവശ്യം. ഓക്കെ, അപ്പൊ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ എഗെയിൻ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് വളരെ ഈസിയാണ്. ഈ പഴയ ഹാബിറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയ ഹാബിറ്റിലേക്ക് കൊണ്ടുവരാൻ കൺസിസ്റ്റന്റ്ലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറെ പേര് എടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകണം, January 1st തൊട്ടിട്ട്. ഇനീഷ്യലി ആദ്യത്തെ ആഴ്ച ഭയങ്കര ഒരു എന്താ പറയുക, എനർജറ്റിക് ആയിട്ട് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് മെല്ലെ സ്ലോ ഡൗൺ ആവാൻ തുടങ്ങി. വൈ? കാരണം നമ്മൾ ഒരു ഫിക്സ്ഡ് ഹാബിറ്റിന്റെ ഇരയാണ്. ഓക്കെ, ഭയങ്കര പാസീവ് ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നടക്കാൻ മടി, ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയണം, ചിലവരുണ്ടാവും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്ത് അതേപോലെ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ നിന്ന് കേട്ടു വരുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഫിക്സ്ഡ് ആയിട്ട് ന്യൂറൽ പാത്വേസ് ഫോം ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഇനീഷ്യലി കഷ്ടമാണെന്ന് വിചാരിക്കും, പക്ഷെ വിത്ത് പ്രാക്ടീസ് 21 days പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ 30 days പ്രാക്ടീസ് ചെയ്യുക, അത് ഒരു പുതിയ ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 90 days കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാബിറ്റ് ആയി മാറും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഫയർ ആൻഡ് വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തോട്ടിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം ഈ പോസിറ്റീവ് സെൽഫ് ടോക്കിന്റെ ബേസ് എന്താണ്? നമ്മുടെ ചിന്തയാണ്. ഓക്കെ, അപ്പൊ തോട്ട്സ് ദാറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ എന്നാണ് പറയുക. ഓക്കെ, ജോ ഡിസ്പെൻസ വലിയൊരു ഡോക്ടർ ജോ ഡിസ്പെൻസർ ഈ ഫീൽഡിൽ ഭയങ്കര റിസർച്ച് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞതാണ് തോട്ട്സ് അറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ. അപ്പൊ ഈ തോട്ടാണ് നമ്മുടെ വേർഡ്സ് ആയിട്ട് പുറത്തു വരുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വേർഡ്സ് ആയി മാറുന്നത്, അല്ലെ? നമ്മൾ സംസാരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു ചിന്തയുണ്ടാവും, അതിനെയാണ് നമ്മൾ സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ തോട്ട്, ഓക്കെ, നമ്മുടെ വേർഡ്സ് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും? ആദ്യം തോട്ട്സ് പോസിറ്റീവ് ആക്കണം. അതിനാണ് ഈ സയൻസിനെ കുറിച്ചിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ നെഗറ്റീവ് ആണോ? അപ്പൊ ഒരു ദിവസത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, എന്റെ ദിവസം ഞാൻ ഇന്ന് കൂടുതൽ നെഗറ്റീവ് ചിന്തകളാണോ ചിന്തിച്ചത്, അത് പോസിറ്റീവ് ആണോ? എങ്കിൽ അത് മാറ്റാൻ സമയമായിരിക്കുന്നു. എല്ലാ സിറ്റുവേഷനിലും പോസിറ്റിവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും, നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് റിഫ്ലക്ഷൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണം. ഓക്കെ, നമ്മൾ കഴിയുന്നതും പോസിറ്റീവിലേക്ക് ചിന്ത കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതം നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് സിറ്റുവേഷൻസ് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ നെഗറ്റീവ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ?
എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, ആരും സംസാരിക്കുന്നത്. കൈൻഡ്ലി മ്യൂട്ട്. ആരോ വീഡിയോ പ്ലേ ചെയ്യുന്ന എന്തോ ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫയർ ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് ഹോർമോൺസ്. ഓക്കെ, സ്ട്രെസ് ഹോർമോൺസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ കൂടുതൽ നെഗറ്റീവായി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസിറ്റീവ് സ്ട്രെസ്, അതായത് പോസിറ്റീവ് ചിന്തകൾ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. ഓക്കെ, ഡോപ്പമീൻ പ്രൊഡക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അത് എപ്പോഴാണ്? നമ്മൾ സന്തോഷിക്കുമ്പോൾ. ഓക്കെ, നമ്മൾ പോസിറ്റീവായി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സന്തോഷത്തിലല്ലേ. ഓക്കെ, മിറർ നോക്കിയിട്ട് കോൺഫിഡൻ്റ്ലി നിന്നിട്ട് വാവ് ഞാനൊരു വിജയിയാണ്, ഓക്കെ ഞാനൊരു സക്സസ്, അതോ ഇങ്ങനെ നിന്നിട്ട് ഞാനൊരു വിജയിയാണ്? നോ, നിങ്ങൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീലിങ്ങോട് കൂടി സംസാരിക്കുമ്പോഴാണ് പോസിറ്റീവ് സെൽഫ് ടോക്കിന്റെ ഫുൾ. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി. ഓക്കെ, അത് ആ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്ത സക്സസ്ഫുൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ടാവും. അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ നിങ്ങൾ വിജയിയല്ലേ. നിങ്ങൾ പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അത് വിജയിയില്ലേ. അപ്പൊ നിങ്ങൾ ആ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഒരു കാര്യം ചിലപ്പോൾ നടന്നില്ല എന്ന് ഇരിക്കാം. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സെയിൽ നടന്നില്ല ഫോർ എക്സാമ്പിൾ. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാതെ ഓക്കെ ഞാൻ കുറെ സെയിൽസ് കോൾസ് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. ഓക്കെ, എല്ലാവരും സെയിൽസിലാവണമെന്നില്ല. കുറെ സെയിൽസ് കോൾസ് ചെയ്തു, ചിലവര് പിന്നെ വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇത്രയും ആൾക്കാരെ വിളിക്കാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെയ്ത സക്സസ്ഫുൾ കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി വിജയിയല്ലേ. അതാണ്, അല്ലാതെ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി പറയുകയല്ല. ഓക്കെ, വാട്ട് എവർ നിങ്ങൾ സംസാരിക്കുന്നോ അത് റിലേറ്റ് ചെയ്തുള്ള എക്സാമ്പിളും കൂടെ ഫോം ചെയ്യുമ്പോഴാണ് ബ്രെയിനിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? നമ്മൾ പോസിറ്റീവ്ലി സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഹെൽത്ത് ബെനിഫിറ്റ്. ഓക്കെ, ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ ചിലവർക്ക് ചില മെഡിസിൻസ് സുഖമില്ലാത്ത അവസ്ഥയായിരിക്കാം, മെഡിസിൻസ് എടുക്കുന്നുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണണം. അപ്പൊ ഭയങ്കര ഒരു ഫ്രണ്ട് റെഫർ ചെയ്താണ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സംശയം, ഓ ഈ ഡോക്ടർ പറഞ്ഞത് നല്ല ഡോക്ടർ ആണോ? എന്നിട്ട് ആ മെഡിസിൻ കഴിക്കുമ്പോഴും ഈ സംശയത്തോടു കൂടിയാണ് കഴിക്കുന്നത്. ഓ ഇതൊക്കെ കഴിച്ച് വല്ല ഭേദമാണോ ആവോ? ഇത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണോ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണോ? അല്ലെങ്കിൽ ചിലവർ പറയുമ്പോൾ ഡോക്ടർമാർ പലതും പറയും, ഓ ഇതൊക്കെ കഴിച്ച ഭേദമാവാൻ പോവാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ തന്നിരിക്കുന്ന കോഴ്സ് തന്നെ ഈ വർക്ക്ഷോപ്പ് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് പലർക്കും ഒരു ചിന്തയുണ്ടാവും, ഓ ഇതൊക്കെ വെറുതെ പറയാനുള്ള കാര്യങ്ങളാണ്, ഇതിലൊക്കെ വല്ല സത്യാവസ്ഥയുണ്ടോ? അത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണോ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണോ? അത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ്. നെഗറ്റീവ്. കറക്റ്റ്. അപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മരുന്ന് കഴിച്ചിട്ട് വല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്നു? എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ശരിയല്ല, വേറെ ഒരു ഡോക്ടറെ പോയി കാണണം. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ എന്ത് മരുന്നാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ അതിലൊരു പോസിറ്റീവ് തോട്ട് കൊടുക്കുക. ഓക്കെ, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഞാൻ അതിന്റെ എക്സ്പെരിമെന്റിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നില്ല, അത് വളരെ നീണ്ടുപോകും. ഓക്കെ, ഡോക്ടർ എസിമോട്ടോ, ഒരു ജാപ്പനീസ് ഡോക്ടർ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചില റിലീജിയനിൽ ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് അല്ലേ. ഓക്കെ, ആരും നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കില്ലല്ലോ, നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടല്ലേ. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിലോട്ട് പോവും. അപ്പൊ നമ്മൾ കൂടുതൽ ഹാപ്പി ആവും അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് പോസിറ്റീവ് ഹെൽത്ത് ടോക്ക്. ലൂയിസി ഹേ വേറൊരു വ്യക്തിയാണ്. ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് കാരണം കുറെ ഡിസീസസ് ഹീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ഇസ് ഹീലിംഗ്. അപ്പൊ നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും നമുക്ക് ബോഡിയോട് പോസിറ്റീവ്ലി സെൽഫ് ടോക്ക് ചെയ്തിട്ട് അത് ഭേദമാക്കാൻ പറ്റും. ഓക്കെ, 100% സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മരുന്ന് ഫുള്ളി അവോയ്ഡ് ചെയ്യുക, ഡോക്ടറെ കാണാണ്ട് ഇരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്.
അതിനോടൊപ്പം നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഓക്കെ എനിക്ക് ഈ ട്രീറ്റ്മെന്റ് വർക്ക് ആവുന്നുണ്ട്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ ഫുള്ളി ഹെൽത്ത് റീകവർ ആവും. ഓക്കെ, കുറെ പേര് വയസ്സായവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ കേൾക്കാറുണ്ട്, അയ്യോ വയസ്സായി എനിക്ക് വയ്യ എനിക്ക് വയ്യ. അത് പറയുന്നത് കാരണം കൂടുതൽ കൂടുതൽ ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അയ്യോ ഞാൻ ടയേർഡായി ഞാൻ ടയേർഡായി ടയേർഡായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും? ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡ് ഫീലിംഗ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് ഓക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നന്നായി കഴിഞ്ഞു, നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക, നിങ്ങൾ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ, എന്നിട്ട് മുന്നോട്ട് പോവുക. ദെൻ കോൺഫിഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, നിങ്ങൾ പോസിറ്റീവ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവും, അല്ലേ? അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഐ വോണ്ട് യു ടു എക്സ്പീരിയൻസ്. നിങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അത് വ്യത്യാസം മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം ബൂസ്റ്റ് ആവും. നിങ്ങൾ നിങ്ങളെ തന്നെ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ അടുത്ത്, ഓക്കെ, കുട്ടികളുടെ അടുത്ത് നിങ്ങൾ വളരെ നന്നായി വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ, അയ്യോ ഇതെന്താ ഇത്ര പൊട്ട ഡ്രോയിങ് എന്നും പറഞ്ഞ് ചെയ്താൽ എന്തായിരിക്കും, എവിടെയാണ് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുക? നമ്മൾ ആദ്യം പോസിറ്റീവായി സംസാരിക്കുമ്പോൾ, അല്ലേ? എന്നിട്ട് ആദ്യം എൻകറേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു ജസ്റ്റ് മിനിറ്റ്. യാ, അപ്പൊ കോൺഫിഡൻസ് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഭയങ്കര എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഓഫീസിൽ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൊഡക്റ്റീവ് റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ സ്പീഡ് ഓഫ് വർക്ക് കൂടും. അപ്പൊ ഭയങ്കര ഒരു ഓക്കെ, കാരണം നമ്മൾ ആ നെഗറ്റീവ് ചിന്താഗതിയിലേക്കല്ല പോകുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എനർജി ഷിഫ്റ്റ് ആവും. നിങ്ങളുടെ കഴിവ്, ഓക്കെ, ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള സ്പീഡും കഴിവും ട്രെമെൻഡസ്ലി ഇൻക്രീസ് ആവും. ഓക്കെ, ഒരുപാട് ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, കാരണം നിങ്ങൾ ആ നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന്, കാരണം ചിന്തയിൽ ചിലപ്പോൾ കുറെ സമയം പോണത് തന്നെ നമ്മൾ അറിയണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഭയങ്കര പോസിറ്റീവും ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും, ഇല്ലല്ലോ? ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ ആ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ, അല്ലെ? അതായത് മൈൻഡ്ലെസ് സ്ക്രോളിങ്, ആവശ്യമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാണ്, ആ ദിവസത്തിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ചിലവര് ഈ സ്ട്രെസ് കാരണം മണിക്കൂറുകളോളം, ഈവൻ കുട്ടികൾ, ഓക്കെ, അവർക്ക് എന്താന്ന് ലക്ഷ്യബോധം ഇല്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദർ ഇസ് നോ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പോസിറ്റീവ് സെൽഫ് ടോക്കിലൂടെ ഈവൻ ദാറ്റ് എഫക്ട്സ്. പിന്നെ റിലേഷൻസിൽ ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്യാവുന്നതാണ് ഈ സെൽഫ് ടോക്ക്. ഓക്കെ, നിങ്ങളുടെ ഓഫീസ് കലീഗ്സ്, വീട്ടിൽ, ഓക്കെ, പാർട്ട്ണർ ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫ്, കുട്ടികളോട്, നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോട്, മാനേജറിനോട്, ഓക്കെ, പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ വളരെ വളരെ മനോഹരമാവും. ഓക്കെ, കാരണം നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ സെൽഫ് ലവ് നമ്മളോട് തന്നെ കാണിക്കുകയാണ്. ആ സെൽഫ് ലവ് ചുറ്റും സ്പ്രെഡ് ആവും. ഓക്കെ, കാരണം നമ്മൾ ഭയങ്കര ലവിങ് ആവുമ്പോൾ അത് നമ്മുടെ റിലേഷൻസിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവും. നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും നെഗറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിലേഷൻസിലാണ് ഏറ്റവും കൂടുതൽ അത് റിഫ്ലക്റ്റ് ആവുക. ഓക്കെ, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ ആ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ കാം ആൻഡ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ദേഷ്യം വരുവാണെങ്കിലും, ഓക്കെ, ഇറിറ്റേറ്റഡ്, ചില സമയത്ത് കുട്ടികൾ ഇറിറ്റേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ കൂടെ നമുക്ക് അത് ബെറ്റർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. Sorry, identifying നെഗറ്റീവ് സെൽഫ് ടോക്ക് പാറ്റേൺസ്. അപ്പൊ പോസിറ്റീവ് സെൽഫ് ടോക്കിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചു. ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാവാം നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എന്തൊക്കെയാണ് ട്രിഗർ?
ഓക്കെ, എപ്പോഴാണ് ഇത് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരെങ്കിലും നിങ്ങളെ കുറിച്ച് കുറ്റം പറയുമ്പോഴാണോ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ട്രിഗർ ആവുന്നത്? ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ കഴിവിനെ കുറിച്ച് തരം താഴ്ത്തി പറയുകയാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ശരിയാണല്ലേ, എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, മെസ്സേജസ് വരുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ തരാം. ഈ ഫ്ലോ ബ്രേക്ക് ആവാതിരിക്കാനാണ്. ഓക്കെ, അപ്പൊ ഈ ട്രിഗർ വരുന്നത് ആരെങ്കിലും നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ, അതെ, എനിക്ക് ആ കഴിവില്ല, ഞാൻ എപ്പോഴും തെറ്റിയാൽ ചെയ്യുള്ളൂ എന്നുള്ള ആ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവാം. ഓവർ ജനറലൈസിങ്, അതെ, എപ്പോഴും ഈ ഹെൽത്തിന്റെ എക്സാമ്പിൾ, എപ്പോഴും എനിക്ക് ക്ഷീണമാണ്, ഞാൻ എപ്പോഴും യാത്ര പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം എപ്പോഴും പനിയായിരിക്കും. അങ്ങനെ ഒരു ജനറലൈസ്ഡ് സിറ്റുവേഷനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പെർഫെക്ഷനിസം, ചിലവര് ഭയങ്കരമായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ എന്നുള്ളവര് എപ്പോഴും നെഗറ്റീവിലോട്ടാണ് ഫോക്കസ്. ഓക്കെ, ഒരു എല്ലാം നല്ല രീതിയിൽ ചെയ്യണം, പക്ഷെ പെർഫെക്ഷനിസം ചില സമയത്ത് നല്ലതല്ല. ഓക്കെ, കാരണം എല്ലാം റെഡിയായി വരുമ്പോഴേക്കും അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഞാനത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്കത് എപ്പോഴും ഞാൻ ലേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇവിടെ വല്ലവരും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇനീഷ്യലി എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല. എനിക്ക് പക്ഷേ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്റെ മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ല അല്ലെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പെർഫെക്ഷനിസം നോക്കി നോക്കി ശരി, എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ എന്റെ ഉള്ള സ്കിൽ വെച്ച് ഞാൻ അവസാനം ഒരു 3-4 മന്ത്സ് ഞാൻ പുഷ് ചെയ്തു. എന്നിട്ട് എന്റെ മെന്റർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. മെല്ലെ 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 പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുറെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഏത് കാര്യങ്ങളും ഓക്കെ, പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ജസ്റ്റ് സ്റ്റാർട്ട്, എന്നിട്ട് മെല്ലെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ പറയുന്ന സെൽഫ് ടോക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ അബദ്ധമാണ്, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ വൊക്കാബുലറിയിൽ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇനിയും പെർഫെക്റ്റ് ആവാൻ പറ്റും, അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കും. ഞാനാണ് ആവില്ല, നിങ്ങൾ ആ ജേർണിയിലാണ് പഠിച്ചത് സംസാരിക്കാൻ തുടങ്ങുക. ഓക്കെ, നമ്മൾ സാധാരണ പറയും, നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ആശ്വസിപ്പിക്കില്ലേ, എന്തെങ്കിലും തെറ്റിപ്പോയാൽ അത് സാരില്ല, പോട്ടെ, നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ വേണം നിങ്ങൾ സ്വയം സംസാരിക്കാൻ. ഓക്കെ, ഒരു ഭയങ്കര ദുഃഖിതനായിട്ട് ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അപ്പോഴേ ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് സബറ്റാജ് ചെയ്യൂ. ഞാൻ പറഞ്ഞതാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ആ പൈസ പോവും, അതാണിത്. മേ ബി 1 or 2 അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യില്ലേ, സാരില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതേപോലെ വേണം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ. ഓക്കെ, തെറ്റ് പറ്റിപ്പോയി, കുഴപ്പമില്ല, നമുക്കിത് ശരിയാക്കാം. ഓക്കെ, സെൽഫ് സബറ്റാജിങ് ഇസ് അനദർ നെഗറ്റീവ് സെൽഫ് ടോക്ക് പാറ്റേൺ. ഇത് എപ്പോഴും സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് നിങ്ങൾ തെറ്റ് ചെയ്തത് അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം ഒരു ദിവസത്തിൽ നമ്മൾ നമ്മളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുറേ ഒരു 60,000 തോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ കൂടെ പാസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ മൈൻഡിൽ കൂടെ. ആ ചിന്തകളിൽ നമ്മൾ അയ്യോ, ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെ നിങ്ങൾ നല്ലത് ചെയ്തു, ഓക്കെ, അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കഷ്ടമാണ്. ഓക്കെ, എസ്പെഷ്യലി 30 years ഒക്കെ കഴിഞ്ഞവർ ഈ റൂമിലുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. കാരണം കേട്ടു വന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ കേട്ടു വന്നതെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി തീർന്നിരിക്കാം. അപ്പൊ അത് ബ്രേക്ക് ചെയ്യേണ്ട സമയമായി. ഇത് നമ്മൾ കോൺസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ, ഐ മീൻ ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, നെഗറ്റീവ് നിന്നും പോസിറ്റീവിലോട്ട്. അപ്പോ നെഗറ്റീവ് തോട്ട് വന്നു, അപ്പൊ നമ്മൾ ആ സെന്റൻസിനെ ഒന്ന് റീഫ്രെയിം ചെയ്തിട്ട് പോസിറ്റീവ് ആഫർമേഷൻ ആയിട്ട് കാണും. ഓക്കെ, ചാലഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാറ്റിൽ ഒരു എക്സാമ്പിൾ ഇടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ അത് പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന്. വോണ്ട് ടു ട്രൈ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റന്റ്ലി വരുന്ന ഒരു നെഗറ്റീവ് തോട്ട് എങ്ങനെയാണ് അതെങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും എന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. കാരണം കുറെ എക്സാമ്പിൾസ് ഞാൻ തന്നു, എനിക്ക് നിങ്ങളുടെ നിന്ന് ഒരു എക്സാമ്പിൾ വേണം. ആർക്കും ഒരു നെഗറ്റീവ് തോട്ടും വരാറില്ല, എല്ലാവരും ഭയങ്കര പോസിറ്റീവ് പഠിച്ചു കഴിഞ്ഞു ആഫർമേഷൻസ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ ചാറ്റിൽ ഇടാം. യാ മേഡം പറയട്ടെ? യെസ് 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 പറഞ്ഞോളൂ. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് ചിന്തിക്കണമെന്നുള്ള നെഗറ്റീവ് തോട്ട് വരും എപ്പോഴും. അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല, എങ്കിൽ കൂടി അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എക്സാക്ട്ലി. അപ്പൊ ഞാൻ ഇതിന് പറ്റിയ എനിക്ക് ഉണ്ടായിരുന്നു അത്. നമ്മൾ ആരെ കുറിച്ചിട്ടാണ് യൂഷ്വലി ചിന്തിക്കുക? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് അല്ലെ? അല്ലാതെ തീരെയും ഇമ്പോർട്ടന്റ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു റീഫ്രെയിം ചെയ്യവോ, ഞാൻ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് അവരെന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചൂടെ? പിന്നെ എന്തിനാണ് അവരെപ്പോഴും നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് അല്ലെ? അവര് നമ്മളെ കുറിച്ച് പോസിറ്റീവും പറയുണ്ടാവും. ഓ, ഞാൻ അവരുടെ ജീവിതത്തിൽ എന്തൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിലപ്പോ സെലിബ്രിറ്റീസിനെ കുറിച്ചും പൊളിറ്റീഷ്യൻസിനെ കുറിച്ചും ഒക്കെ അല്ലേ ഡിസ്കസ് ചെയ്യുക. അവര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആൾക്കാരാണ്. അപ്പൊ ഞാനൊരു ഹ്യൂമറസ് രീതിയിലാണ് പറയണത്. അത് അത്രേ ഉള്ളൂ കാര്യം. കാരണം പകുതി സമയം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതൊരു കാര്യം. വേറൊരു കാര്യം, നമ്മളെ കുറിച്ച് ചിന്തിച്ചാ പോരെ, മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അപ്പൊ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അതും കൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആയോ? അവർക്കും ചിന്തിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അവര് ചിന്തിച്ചോട്ടെ. ഓക്കെ, നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ചിന്തിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. നമ്മളെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടോ, അത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യണ്ടൂ. ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്കിത് കാണാം. ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവർ ചിന്തിക്കുന്നു, ചിന്തിച്ചോട്ടെ. അപ്പൊ ആഫർമേഷൻ എന്തായിരിക്കും? ഐ ആം വെരി പോസിറ്റീവ് പേഴ്സൺ. ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് അവർ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ അത്രയും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നെ കൊണ്ട് പല സഹായങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ റൂമിൽ ഇരിക്കുന്നവര് ഐ എം ഷുവർ മറ്റുള്ളവർക്ക് മാക്സിമം കഴിയുന്നതും ഹെൽപ്ഫുൾ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കറക്റ്റ്? അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ മനസ്സിലായോ? എന്ത് നെഗറ്റീവ് തോട്ട് വരുവാണെങ്കിലും നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സിറ്റുവേഷൻ ഷിഫ്റ്റ് ചെയ്യുക. അതിലാണ് നമ്മുടെ വിജയം. ഓക്കെ, ആ നെഗറ്റീവ് ലൂപ്പിലോട്ട് പിന്നെയും പിന്നെയും പോവാതെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്യാം എൻഡ് ഓഫ് ദ. അപ്പൊ ഇത് മനസ്സിലായല്ലോ നമുക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പൊ ഏത് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലും പോസിറ്റീവ് സിറ്റുവേഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വെൽക്കം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്കും ഓവർ തിങ്കിങ്ങിലേക്കും സ്ട്രെസ്സിലേക്കും പോകും. ഓക്കെ, അതേ സാധനം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, വർക്കിലായാലും ശരി, എന്തായാലും ശരി. ഇനി ഒരു റുട്ടീൻ ഉണ്ടാക്കണം നിങ്ങൾ, പോസിറ്റീവ് സെൽഫ് ടോക്ക് എക്സസൈസ് ആൻഡ് റുട്ടീൻ. ഓക്കെ, കുറെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു 5 സെന്റൻസ് എങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക മിററിന് മുന്നിൽ നിന്നിട്ട്. അത് ബെസ്റ്റ് ടൈം ബ്രഷ് ചെയ്യുന്ന സമയത്ത്. വലിക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ്. ഇനി ആരെങ്കിലും വീട്ടിൽ കേട്ടിട്ട് അയ്യോ ഇതൊന്ന് ഭ്രാന്താണോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു എന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ലൗഡ്ലി പ്രാക്ടീസ് ചെയ്യണം. എല്ലാ സെലിബ്രിറ്റീസും എല്ലാ സ്പോർട്സ് പേഴ്സണും സക്സസ്ഫുൾ പേഴ്സണും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മിറർ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഐസിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ സോൾ, അതായത് ആത്മാവിലോട്ടാണ് പോകുന്നത്, ബ്രെയിനിലോട്ടാണ് പോകുന്നത്. അതിന് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ഇതാണ്. ഓക്കെ, കാരണം നമുക്ക് ചില സമയത്ത് ആദ്യം എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മിറർ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രാന്താണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് എസ്പെഷ്യലി ഈ എന്താ പറയാ മീഡിയ ഉള്ളവര്, അവർ ഓൾറെഡി മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യും. ഈവൻ നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ സ്പീച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിറർ നോക്കി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ. ഈവൻ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് പോകണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ടെങ്കിൽ മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കൂട്ടും. ഓക്കെ. അതേപോലെ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകളിലോട്ട് നോക്കി സ്മൈൽ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ, അല്ലാതെ സംശയത്തോട് കൂടിയല്ല. ഓ ഞാൻ ഈ പറഞ്ഞു, ഓക്കെ, ഞാനൊരു ഭയങ്കര പോസിറ്റീവ് പവർഫുൾ വ്യക്തിയാണ് എന്ന്. ബോഡി പോസ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് നിന്നിട്ടല്ല. ഓക്കെ, നമ്മുടെ പോസിറ്റിവിറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയി നിന്ന് ബോൾഡായി നിന്നിട്ട് വേണം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ വിജയിയാണെന്നുള്ള തംസപ്പ് ഒക്കെ കൊടുത്ത്, ഓക്കെ, ഞാൻ എന്തൊരു എന്നെ കാണാൻ എന്തൊരു പേഴ്സണാലിറ്റിയാണ്, ഞാൻ ഭയങ്കര ഹെൽത്തിയാണ്, ഓക്കെ, ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത് അത് പോസിറ്റീവ്ലി സംസാരിക്കാൻ പഠിക്കുക. അതൊരു റുട്ടീനാക്കി മാറ്റുക. ബ്രഷിംഗ് പോലെ തന്നെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റേണ്ട കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. കാരണം അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, വിൽ ബിക്കം മോർ കോൺഫിഡൻറ്റ്. ഇതിനെക്കുറിച്ച് എൻലെസ് എക്സാമ്പിൾസ് ഉണ്ട്. സയന്റിഫിക്കലി പ്രൂവൺ ആണ്, അല്ലാതെ ഞാൻ വെറുതെ സംസാരിക്കുകയല്ല. ഇനി കമ്മിങ് ടു ദ, എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം തീരാറായി. അപ്പൊ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, ഫോർ എ ലോങ് ടൈം നിങ്ങൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, ഇത് ലൂയിസ് സി ഹേയുടെ ഒരു സെന്റൻസ് ആണ്, യു ഹാവ് ബീൻ ക്രിട്ടിസൈസിങ് യുവർ സെൽഫ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ട്രൈ അപ്രൂവിങ് ഓഫ് യുവർ സെൽഫ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, കുറേ കാലം നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, എല്ലാവരും അല്ല, ചിലവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഇനി നമുക്കൊന്ന് മാറ്റി ചവിട്ടാം. ഓക്കെ, ന്യൂ ഇയർ അല്ലേ, അപ്പൊ ഈ വർഷം നമുക്കൊന്ന് ഡിഫറെന്റ്ലി സംതിങ് ട്രൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നമ്മൾ കുറെ വർഷം കളഞ്ഞു. ഇനി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടും പോസിറ്റീവായി സംസാരിച്ചുകൊണ്ടും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിലും പ്ലീസ് ബി റെഡി ടു ട്രൈ ഇറ്റ്. ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഷുവർലി ഇറ്റ് വിൽ വർക്ക്. പക്ഷെ സിൻസിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ 30 ഡേയ്സ് അല്ലെങ്കിൽ 40 ഡേയ്സ് 90 ഡേയ്സ് നിങ്ങൾ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പോഴാണ് ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. സെൽഫ് ടോക്കിൽ കൂടെ നമുക്ക് എങ്ങനെ വിജയിയാവാം, എങ്ങനെ സക്സസ്ഫുൾ ആവാം. ഓക്കെ, ആൻഡ് വിജയിച്ച് വരുന്നവര് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഞാൻ ഓവർ കോൺഫിഡൻസിനെ പറ്റിയല്ല പറയുന്നത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇടാവോ, ഈ വെബിനാർ യൂസ്ഫുൾ ആയിരുന്നോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടോ, വാസ് ഇറ്റ് ഹെൽപ്ഫുൾ, നിങ്ങൾക്ക് ഇത് ഇന്നത്തെ ടേക്ക് അവേ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടോ? ലവ് റിലേഷൻഷിപ്പിൽ സ്നേഹിക്കുന്ന ആളെ നഷ്ടമാവോ എന്നുള്ള ഫിയർ ഓഫ് ലൂസിങ് സമ്മൺ എന്നുള്ള ഓവർ തിങ്കിങ് മൈൻഡ് ഉണ്ട്. അതെങ്ങനെ മാറ്റാം? അപ്പൊ ഈ ഫിയർ ആൻഡ് ഓവർ തിങ്കിങ്ങിനെ നമ്മൾ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, നമ്മുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായി കൊണ്ടിരിക്കുന്നുണ്ട്, എത്ര മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്നുള്ള ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. കാരണം നമ്മൾ നമ്മുടെ മൈൻഡിനോട് എന്ത് ക്വസ്റ്റ്യൻ ആണോ കൊടുക്കുന്നത് അതിനുള്ള ഉത്തരവും അതിനുള്ള റിസൾട്ടുമാണ് ലൈഫ് എപ്പോഴും നമുക്ക് റിഫ്ലക്ഷൻ ആയിട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബി വെരി കെയർഫുൾ, നിങ്ങൾ നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നുള്ള ഭയം മാറ്റിയിട്ട്, ഓക്കെ, ഞാൻ ഏറ്റവും നല്ല രീതിയിലാണ് ഓരോരുത്തരോടും പെരുമാറുന്നത്, ഈ റിലേഷൻഷിപ്പിലെ പാർട്ട്ണറോട് പെരുമാറുന്നത്. അപ്പോൾ വൈ നോട്ട് ഹി വിൽ കണ്ടിന്യൂ വിത്ത് മീ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഓക്കെ, ജോബ് റിലേറ്റഡ് ഇഷ്യൂ ആണ്. ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് കാരണം കോവർക്കർ നെഗറ്റീവായി പറയുന്നു. ഇതുപോലെ 2 വീക്കായി റിപ്പീറ്റ് ആയി
പറ്റുന്നു ആൻഡ് ഇറ്റ് ലീഡ്സ് ടു നെഗറ്റീവ് ലൂപ്പ്. ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുമ്പോൾ എങ്ങനെ ചേഞ്ച് ആകാം? ഇതും ആഫർമേഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ മനസ്സിൽ ആ ഫിയർ, ആ ഡൗട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഓക്കെ ഇനി ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു. അവർ സംസാരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നത്, കോവർക്കർ. ഓക്കെ, അപ്പൊ തൽക്കാലം അതിൽ നിന്ന് ചിന്ത ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വർക്കിലോട്ട് നല്ലോണം ഫോക്കസ് ചെയ്യുക. അവരെന്തോ പറഞ്ഞോട്ടെ, അപ്പൊ നിങ്ങളുടെ ചാലഞ്ച് ആയിരിക്കണം ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും. അത് നിങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് പറയുക, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഒബ്സർവൻ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാത്തത് ചോദിച്ചിട്ട് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം റിസൾട്ട് ഞാൻ കൊടുത്തിരിക്കും എന്നുള്ള അഫർമേഷൻ ആയിരിക്കണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് അതനുസരിച്ച് റീപ്രോഗ്രാം ആവും. ഓക്കെ, ഇറ്റ്സ് ഹെൽപ്ഫുൾ, വർതി ഇനഫ്, ഐ വിൽ പ്രാക്ടീസ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്ന ഏറ്റുന്നതിന് ഡെഫിനറ്റ്ലി ഗോയിങ് ടു പ്രാക്ടീസ്. വെരി ഗുഡ്. അത് പ്രാക്ടീസ് ചെയ്യാന്ന് കമ്മിറ്റ് ചെയ്തവർ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളുടെ റിസൾട്ട്സ് എന്തായാലും കണ്ടിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ആൻസേഴ്സും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചവര് RR ആൻഡ് നിസാം. ഓക്കെ ആണോ? എനി മോർ ക്വസ്റ്റ്യൻസ്? യാ, നിസാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെലുത്തുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് യുനോ റിസൾട്ട് കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. മൈൻഡ് റീപ്രോഗ്രാമിന്റെ സയൻസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എല്ലാ സിറ്റുവേഷനും നമ്മൾ പറയില്ലേ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന്, അതേപോലെ എല്ലാ സിറ്റുവേഷനും മനസ്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് എപ്പോഴും ലൗഡായിട്ട്, കാരണം ചുറ്റും ആൾക്കാരുള്ള സമയത്ത് നമുക്ക് വലിയ പറയാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇമോഷൻ കൊടുത്തുകൊണ്ട് വേണം പറയാൻ. ഓക്കെ, ഡൗട്ട് ഒരിക്കലും ഉണ്ടാവരുത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, സോറി, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ ഈ എല്ലാ സിറ്റുവേഷനിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതിൽ എന്താണ് പോസിറ്റീവ് സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മുടെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. എന്നിട്ട് ആ പോസിറ്റിവിറ്റി ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും. പല സമയത്തും നമ്മൾ പുറത്ത് പോസിറ്റീവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിലാണ് ആ പോസിറ്റിവിറ്റി വരേണ്ടത്. ഓക്കെ, നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും, നമ്മുടെ സിറ്റുവേഷൻസ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും, ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ ഏത് ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളത് നോക്കേണ്ടതാണ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റി ഭയങ്കര നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ്. എന്തുണ്ടെങ്കിലും നെഗറ്റീവിനാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വെതർ. അയ്യോ ഇന്ന് ഭയങ്കര വെയിലാണ്, ഇന്ന് അല്ലെങ്കിൽ ഭയങ്കര മഴയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഒരിക്കലും ഓ നല്ലൊരു വെതറാണ് എന്ന് പറയാൻ നോക്കില്ല. ഒരു സാധാരണ ഡെയിലി എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ നമ്മൾ നെഗറ്റിവിറ്റി ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ എൻറ്റയർ ഡേ ഒരു നെഗറ്റീവ് സ്പൈറലിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ ടോക്ക്, ഓക്കെ, ആദ്യത്തെ നമ്മുടെ ചിന്ത പോസിറ്റീവ് ആക്കി വെക്കുക. നിസാം ചോദിക്കുന്നു ജനറലായി എന്താണ് പറയേണ്ടത് സെൽഫ് ടോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കറണ്ട് ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്താണ്, അതുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ റീഫ്രെയിം ചെയ്ത് സംസാരിക്കുക. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഓക്കെ ഞാൻ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, ഞാനൊരു വിജയിയാണ്, ഞാൻ എടുക്കുന്ന ഡെസിഷൻസ് കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ഹാപ്പിനെസ്സും ഹെൽത്തും ഒക്കെ അല്ലേ, അപ്പൊ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, ദാറ്റ് ഇസ് സെൽഫ് ടോക്ക്. അതായത് നിങ്ങൾ എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തു അതിനെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോ ഐ തിങ്ക് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇസ് ഇറ്റ് ഓക്കെ? കുറെ പേര് തിങ്ക് റൂം വിട്ടു എന്ന്. ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ ഷെയറിങ്
Okay, so everyone, thank you. Thank you so much for being part of this. Thank you, Heal and Grow. And എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ആൻഡ് ഗ്രോനെ കോൺടാക്ട് ചെയ്യാം ഫോർ ഫർദർ സെഷൻസ്, മോർ സെഷൻസ്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ഈ ന്യൂ ഇയർ പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. ഓക്കെ, നിങ്ങൾ പോസിറ്റീവ് സിറ്റുവേഷൻസ് ഫോക്കസ് ചെയ്യുക, നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഓൾറൈറ്റ്, താങ്ക് യു, ബൈ ബൈ.